ഒരു അടിപൊളി തേങ്ങ അരച്ച മുട്ടക്കറിയുടെ റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ ഇതിന് വേണ്ട മെഷർമെൻറ്റ്സ് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ അടിയിൽ മുകളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് കൊടുത്തേക്കണം. അപ്പോൾ ഇന്നത് ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ആണ് പെട്ടെന്ന് എന്തായാലും മുട്ട വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചു. കാരണം എളുപ്പപ്പണിയാണല്ലോ. അങ്ങനെ വെച്ചിട്ട് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. അങ്ങനെ വിചാരിച്ചിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മമ്മി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നു ചോദിച്ചു, ഇവിടെ ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കുമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, എളുപ്പത്തിന് ഞാൻ മനസ്സിൽ വിചാരിച്ചു തന്നെയാണ് മമ്മി ഉണ്ടാക്കാൻ പറഞ്ഞത്. എന്നാൽ പിന്നെ മുട്ടക്കറി തന്നെ ഉണ്ടാക്കിയേക്കാന്ന് വെച്ചിട്ട് അങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കി. മുട്ടക്കറി ഉണ്ടാക്കാൻ എളുപ്പമാണോ എന്ന് ചോദിച്ചാൽ നാളികേരം ചെരുകണ ഒരു ഇത്തിരി കഷ്ടപ്പാട് ഒഴിച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഗ്രേറ്റഡ് കൊക്കനട്ടായിട്ട് മേടിക്കാനും കിട്ടും. അപ്പോൾ അത് ഇങ്ങനെ ഇല്ലാത്തവരങ്ങനെ മേടിച്ചാലും മതി. അപ്പോൾ അത് മാത്രമാണ് ആ ഒരു കഷ്ടപ്പാട് എനിക്ക് തോന്നിയുള്ളൂ. ബാക്കി സാധനങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ സംഭവം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിലെ മുട്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര അനുസരിച്ച് അളവിട്ടാൽ മതി. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതനുസരിച്ചുള്ള മുട്ട ഇട്ടാൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ കുറച്ചധികം മുട്ട ഇട്ടു. ഇനി അതിൻ്റെ പേരിൽ തല്ലുണ്ടാവണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ എക്സ്ട്രാ കുറച്ച് മുട്ട ഇട്ടു എന്നുള്ളൂ. പിന്നെ ഈ വെള്ളം ഇവിടെ ഒഴിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പേസ്റ്റ് ആക്കി വെച്ചില്ലേ, അതിലേക്ക് 1/2 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു എന്നുള്ളൂ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ബൈ.